Hello students, welcome back to Plus 2 Economics Online Classroom. പ്രീവിയസ് ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തായിരുന്നു? ഐസോകോണ്ട്, തുല്യ ഉൽപാദന വക്രം. വളരെ രസകരമായിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മളത് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് പോയിന്റുകളും ചെറിയൊരു ഇക്വേഷനും ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയ പ്രോബ്ലങ്ങളും അത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ടോപ്പിക്കിന്റെ പേര് ശ്രദ്ധിച്ചോളൂ. കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോപ്പ് ഡഗ്ലാസ് ഉൽപാദന ധർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വാസ് ഫോർമുലേറ്റഡ് ബൈ C.W. കോപ്പ് ആൻഡ് പോൾ എച്ച് ഡഗ്ലാസ്. C.W. കോപ്പ് ആൻഡ് പോൾ എച്ച് ഡഗ്ലാസ് തുടങ്ങിയ രണ്ട് വ്യക്തികളാണ് ഈ ഉൽപാദന ധർമ്മം ആവിഷ്കരിച്ചത്. ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദീർഘകാല ഉൽപാദന ധർമ്മമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണ്. തേർഡ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് ലീനിയർ ഹോമോജീനിയസ് ഉൽപാദന ധർമ്മം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ദാറ്റ് മീൻസ് വെൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദി ഓൾ ഇൻപുട്സ് റിസൾട്ട്സ് ഈക്വലി പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. എല്ലാ നിവേശങ്ങളിലും ഉണ്ടാകുന്ന ആനുപാതിക വർധനവിന് തുല്യമായിരിക്കും ഉൽപ്പന്നത്തിലുണ്ടാകുന്ന ആനുപാതിക വർധനവ്. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ടുകളിലെല്ലാം സെയിം പ്രപ്പോർഷനിൽ 10% ഇൻക്രീസ് വരുത്തുന്നു, 10% വർധനവ് വരുത്തുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് ഔട്ട്പുട്ടിലും 10% തന്നെയാണ് ഇൻക്രീസ് ഉണ്ടാകുന്നത്. ഉൽപ്പന്നത്തിലും 10% തന്നെയാണ് വർധനവ് ഉണ്ടാകുന്നത്. അതായത് ഇൻപുട്ടുകളിൽ ഉണ്ടാകുന്ന വർധനവിന് തുല്യമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വർധനവ്. ഓക്കെ, ആ സിറ്റുവേഷനെ പറയുന്ന ഒരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? യെസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യായം. ഓക്കെ ആണല്ലോ? ദസ് കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ദാറ്റ് ഈസ് CRS. അതുകൊണ്ട് കോപ്പ് ഡഗ്ലാസ് ഉൽപാദന ധർമ്മം എന്തിനെയാണ് കാണിക്കുന്നത്? തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യായത്തെയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ് സിമ്പിൾ പോയിന്റുകളാണ് ഓർത്ത് വെക്കുക. ഏതൊക്കെയായിരുന്നു? C.W. കോപ്പ് ആൻഡ് പോൾ എച്ച് ഡഗ്ലസ് അവരാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദീർഘകാല ഉൽപാദന ധർമ്മമായി ബന്ധപ്പെട്ടതാണ്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് ലീനിയർ ഹോമോജീനിയസ് ഉൽപാദന ധർമ്മം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഫൈനൽ പോയിന്റ്, ദസ് ഇറ്റ് ഷോസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യായത്തെയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണല്ലോ? 4 പോയിന്റ്സും മനസ്സിൽ വേണം. ക്ലിയർ? ഇനി ഡിസ്കസ് ചെയ്യുന്നത് കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ചെറിയൊരു ഇക്വേഷൻ ആണ്. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോളൂ. Q ഈക്വൽ ടു B ഇൻറ്റു L റേസ് ടു ആൽഫ K റേസ് ടു ബീറ്റ. എന്താണ്? Q ഈക്വൽ ടു B ഇൻറ്റു L റേസ് ടു ആൽഫ ഇൻറ്റു K റേസ് ടു ബീറ്റ. ഇക്വേഷൻ കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചോളൂ. ആദ്യം നമുക്ക് ഇതിൽ ഓരോ വേരിയബിൾസും എന്താണെന്ന് റെപ്രസെന്റ് ചെയ്യാം. ഹിയർ Q ഷോസ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിന്റെ അളവിനെയാണ് Q എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ B, സ്മോൾ ലെറ്റർ B, ഇറ്റ് ഷോസ് ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഓഫ് 2 ഇൻപുട്സ്. 2 ഉൽപാദന ഘടകങ്ങളുടെ ഉൽപാദന ക്ഷമത. ഏതൊക്കെയായിരുന്നു? ലേബർ ക്യാപിറ്റൽ, തൊഴിലാളികൾ മൂലധനം. ഈ 2 ഉൽപാദന ഘടകങ്ങളുടെയും ഉൽപാദന ക്ഷമതയെ കാണിക്കുന്നതാണ് B എന്ന ലെറ്റർ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് L ആൻഡ് K നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ്?
എൽ എന്ന് വെച്ചാൽ ലേബർ ആണ്, തൊഴിലാളികളാണ്. കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആണ്, മൂലധനമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇത് കണ്ടോ നിങ്ങൾ, രണ്ട് കാര്യങ്ങൾ. ഇതിനെ പറയുന്നത് എന്താ? ആൽഫ എന്നാണ്. ആൽഫ എഴുതിയിട്ടുണ്ട് കേട്ടോ, ആൽഫ. ഇതോ ബീറ്റ. ശ്രദ്ധിക്കണം, ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, എഴുതിയ രീതി നിങ്ങൾ നോക്കണം. അപ്പോൾ ഇതെന്താണ്? ആൽഫയാണ്, ഇത് ബീറ്റയാണ്. ഇനി ആൽഫയും ബീറ്റയും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചോളൂ. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ടു ഇൻപുട്സ്. ഉൽപ്പന്നത്തിന്റെ ഇലാസ്തികതയെ കാണിക്കുന്ന രണ്ട് പാരാമീറ്ററുകൾ. ഓക്കെ, നിങ്ങൾ അത്ര പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങളോട് ഓരോന്നും എന്താണെന്ന് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. എന്താണ് ക്യൂ, എന്താണ് ബി, എന്താണ് എൽ ആൻഡ് കെ, ദെൻ എന്താണ് ആൽഫ, എന്താണ് ബീറ്റ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി പറഞ്ഞ്, ക്യൂ ഈക്വൽ ടു ബി ഇൻറ്റു, ഇവിടെ ഡോട്ട് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻറ്റു എന്നാണ് അർത്ഥം. ബി ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചോദ്യത്തിൽ നിങ്ങൾക്ക് ബി തരും, അത് കോൺസ്റ്റന്റ് ആണ്, ചോദ്യത്തിൽ നിങ്ങൾക്ക് തരും. അതുപോലെ ആൽഫ, ബീറ്റ, ഇവ മൂന്നും നിങ്ങൾക്ക് ചോദ്യത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് തരും. അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് എല്ലും കെയും തരും. എന്നിട്ട് ആ വാല്യൂസ്, എല്ലിന്റെയും കെയിന്റെയും വാല്യൂസ് ഈ ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ക്യൂ കണ്ടുപിടിക്കുക, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. നമുക്ക് പ്രോബ്ലംസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബിലോ. ഒരു ഉൽപാദന ധർമ്മമാണ് തന്നിട്ടുള്ളത്. എന്താണ്? ക്യൂ ഈക്വൽ ടു 2 ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ. ഇതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ധർമ്മം. ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു കോപ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ? ക്യൂ ഈക്വൽ ടു ബി ഇൻറ്റു എൽ റേസ് ടു ആൽഫ ഇൻറ്റു കെ റേസ് ടു ബീറ്റ. ഈ ഒരു ഫോർമാറ്റിൽ നോക്കിയാൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? നമുക്ക് ബി തന്നിട്ടുണ്ട് അല്ലെ, ബിയുടെ പൊസിഷനിലാണ് 2 ഇരിക്കുന്നത്. ബി തന്നിട്ടുണ്ട്. ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട് അല്ലെ, ആൽഫയുടെയും ബീറ്റയുടെയും പൊസിഷനിലാണ് ഈ 2 കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ടോട്ടലി 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ബി തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ നിന്നും സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ഔട്ട് ദി മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ദാറ്റ് ദ ഫേം ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് 5 യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് 2 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. 5 യൂണിറ്റ് തൊഴിലാളികളും 2 യൂണിറ്റ് മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിന് ഉൽപ്പാദിപ്പിക്കാവുന്ന പരമാവധി ഉൽപ്പന്നം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ക്യൂ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, മൊത്തം ഉൽപ്പന്നം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? എല്ല് തന്നിട്ടുണ്ട് അല്ലെ, ലേബർ തന്നിട്ടുണ്ട്, എത്രയാണ്? 5 ആണ്. കെ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 2 ആണ്. ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ കണ്ടോ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കണ്ടോ, അതിലേക്ക് എൽ ആൻഡ് കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു 2 ഇൻറ്റു എൽ എത്രയാ? 5. 5 സ്ക്വയർ ഇവിടെ ഇക്വേഷനിലുള്ളതാണ്. ഇൻറ്റു 2. കെ എത്രയാ? 2 ആണ്. റേസ് ടു 2. അത് ഈ ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് ആണ് അല്ലെ, തന്നിട്ടുള്ളതാണ്. ഇനി സോൾവ് ചെയ്ത് നോക്കിക്കേ. ക്യൂ ഈക്വൽ ടു 2 ഇൻറ്റു 5 സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്രയാ എന്ന് വെച്ചാൽ 5 ഗുണിക്കണം 5, 25 ആണ്. ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്രയാ? 2 ഗുണിക്കണം 2, എത്ര കിട്ടുക? 4. ഈ സോൾവ് ചെയ്ത് നോക്കിക്കേ, എത്ര കിട്ടും?
200 200 യൂണിറ്റ്സ്. അതാണ് ഫൈനൽ ആൻസർ കേട്ടോ. 200 എന്ന് എഴുതി വെച്ചാൽ മാത്രം പോരാ, 200 യൂണിറ്റ്സ് ആണ് അല്ലേ. അതായത് 5 യൂണിറ്റ് ലേബറും 2 യൂണിറ്റ്സ് ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന മാക്സിമം പോസിബിൾ ഔട്ട്പുട്ടുകൾ എത്രയാണ്? 200 യൂണിറ്റുകളാണ്, 200 യൂണിറ്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര സിമ്പിൾ ആണ് ഈ ചോദ്യം. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും, അതിൽ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും വാല്യൂസും നിങ്ങൾക്ക് തരും. എന്നിട്ട് ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ശ്രദ്ധിച്ചോ, ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, ഞാനിവിടെ ആൽഫയും ബീറ്റയും 2 ആണ്, അതുകൊണ്ട് എപ്പോഴും ആൽഫയും ബീറ്റയും ഒരേ സംഖ്യയാണോ എന്നൊരു സംശയം വരും. ഒരിക്കലും അല്ല. ഓക്കെ, ഞാനിവിടെ നിങ്ങൾക്ക് തന്ന എക്സാമ്പിളിൽ ആൽഫയും ബീറ്റയും 2 ആണ്. അതെപ്പോഴും ഒരേ സംഖ്യ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പം ഇത് 2 ആവാം, ചിലപ്പോൾ ഇത് 1 ആവാം. ഓക്കെ, അതെങ്ങനെ വരാം. ഓക്കെ ആണല്ലോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. ക്ലിയർ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ബി ശ്രദ്ധിച്ചോളൂ. സെയിം പാറ്റേണിലുള്ള ചോദ്യം തന്നെയാണ്. ഫൈൻഡ് ഔട്ട് ദി മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ദാറ്റ് ദ ഫേം ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് 0 യൂണിറ്റ് ലേബർ ആൻഡ് 10 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. 0 യൂണിറ്റ് ലേബറും അല്ലെങ്കിൽ തൊഴിലാളികളും 10 യൂണിറ്റ് ക്യാപിറ്റൽ മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിന് ഉൽപ്പാദിപ്പിക്കാവുന്ന പരമാവധി ഉൽപ്പന്നം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നേരത്തെ ചെയ്ത അതേപോലെ Q ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? തന്നിട്ടുള്ള കാര്യങ്ങൾ എത്രയാണ് L, എത്രയാണ് K, അതാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, L എത്രയാ? 0 യൂണിറ്റ് ആണല്ലേ, 0 ആണ്. K എത്രയാ? 10 യൂണിറ്റ് ആണ്, 10 ആണ്. ഇനി ഇക്വേഷനിലേക്ക്, ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് ഈ എല്ലിന്റെ വാല്യൂവും കെയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. Q ഈക്വൽ ടു 2 ഇൻറ്റു 0 സ്ക്വയർ ഇൻറ്റു 10 സ്ക്വയർ. ചെയ്ത് നോക്കിക്കേ. ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻസർ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. എന്ന് വെച്ചാൽ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അത് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. നോക്കിക്കേ, ആദ്യം ചെയ്യേണ്ടത് എന്താ? 2 ഇൻറ്റു 0ന്റെ സ്ക്വയർ എത്രയാ? 0 തന്നെയാണല്ലേ. 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 0 ഗുണിക്കണം 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇൻറ്റു 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 10 ഗുണിക്കണം 10, 100 ആണ്. എത്ര ആൻസർ കിട്ടുക? ഓഫ് കോഴ്സ് 0 ആണ് അല്ലേ. 0 യൂണിറ്റ്. ചില കുട്ടികൾ വിചാരിക്കും ഇവിടെ 100 ഇല്ലേ എന്ന് വിചാരിക്കും. 100 ഉണ്ട്, പക്ഷെ 100ന്റെ ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു ഗുണനമായിട്ട് 0 ഇരിക്കുന്നുണ്ട് അല്ലേ. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഉത്തരം എന്താണ്? 0 യൂണിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബിലോ. ഒരു ഉൽപാദന ധർമ്മമാണ് തന്നിട്ടുള്ളത്. Q ഈക്വൽ ടു 5 ഇൻറ്റു L റേസ് ടു 1/2 ഇൻറ്റു K റേസ് ടു 1/2. ഇന്ന് നോക്കിക്കേ, നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യത്തിൽ നിന്നും ഡിഫറൻസ് ആയിട്ട് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ആൽഫയും ബീറ്റയും 1/2 ആണ് അല്ലെ, 1/2 ആണ്. ഇത് മറ്റൊരു പാറ്റേണിലുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചോളൂ, ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. നോക്കിക്കേ, ഇവിടെ ആൽഫയും ബീറ്റയും 1/2 ആണ്. അങ്ങനെ 1/2 വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സോൾവ് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. നമുക്ക് സബ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് സബ് ക്വസ്റ്റ്യൻ എ. എന്താണ്? ഫൈൻഡ് ഔട്ട് ദി മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് ദാറ്റ് ദ ഫേം ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് 100 യൂണിറ്റ്സ് ഓഫ് ലേബർ ആൻഡ് 36 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ. 100 യൂണിറ്റ് തൊഴിലാളികളും 36 യൂണിറ്റ് മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന പരമാവധി ഉൽപ്പന്നം എത്രയാണ്? ദാറ്റ് ഈസ് Q എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് സാധാരണ ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ആദ്യം എന്താണ് എഴുതി വെക്കേണ്ടത്? ചോദ്യത്തിൽ തന്ന കാര്യങ്ങൾ Kയും Lഉം എഴുതി വെക്കുക. L എത്രയാണ്? തന്നിട്ടുണ്ട്, 100 ആണ്. K എത്രയാണ്? 36 ആണ്. ആണല്ലോ. ഇനി ഈ Lന്റെയും
കെയുടെയും വാല്യൂസ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചെയ്തോളൂ. Q ഈക്വൽ ടു 5 ഇൻറ്റു L എത്രയാ 100 റേസ് ടു 1/2 ഇൻറ്റു K എത്രയാ 36 റേസ് ടു 1/2. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? അതായത് L ആൻഡ് K വാല്യൂസ് ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുവരെ ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 100 റേസ് ടു 1/2 എന്നാണ്, അതുപോലെ 36 റേസ് ടു 1/2 എന്നാണ്. ഇങ്ങനെ റേസ് ടു 1/2 വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? എങ്ങനെ അത് സോൾവ് ചെയ്യുക? വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 100ന്റെ റേസ് ടു 1/2 ആണ്. നമുക്ക് ഈ 1/2നെ ക്യാൻസൽ ചെയ്യാം, ഒഴിവാക്കാം. എന്നാൽ ചുമ്മാ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല, ചുമ്മാ അങ്ങോട്ട് ഒഴിവാക്കാൻ കഴിയില്ല. അതിന് എന്ത് ചെയ്താൽ മതി? ഈ 1/2 ഒഴിവാക്കാനായിട്ട് ഈ 100ന്റെ റൂട്ട് കണ്ടാൽ മതി. എന്താണ്? റൂട്ട് കണ്ടാൽ മതി. എങ്കിൽ ഈ 36 റേസ് ടു 1/2 ഇതിലെ 1/2 ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ 36ന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇതാണ് അത്. x റേസ് ടു 1/2 ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്. ഏതെങ്കിലും ഒരു സംഖ്യയുടെ റേസ് ടു 1/2 ആണെങ്കിൽ അത് ആ സംഖ്യയുടെ റൂട്ടിന് ഈക്വൽ ആയിരിക്കും, റൂട്ടിന് തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോളൂ, 49 റേസ് ടു 1/2. 49 റേസ് ടു 1/2 ഇതേ ഒരു പാറ്റേണിലാണല്ലോ. എക്സ് റേസ് ടു 1/2 ഇതേ പാറ്റേണിലാണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? റൂട്ട് ഓഫ് എക്സിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് റൂട്ട് 49 എത്രയാണ്? 7. മനസ്സിലായോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ, 64 റേസ് ടു 1/2. 64 റേസ് ടു 1/2 ഇതേ ഒരു പാറ്റേൺ ആണല്ലോ. എക്സ് റേസ് ടു 1/2 എന്ത് ചെയ്താൽ മതി? എക്സിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 64 റേസ് ടു 1/2 എന്തായിരിക്കും? ഈക്വൽ ടു റൂട്ട് 64 എത്രയാണ്? 8 ആയിരിക്കും. ഓക്കെ, ആ ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്താണ്? ഈ നോട്ട് പഠിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു സംഖ്യയുടെ റേസ് ടു 1/2 ആണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സംഖ്യയുടെ റൂട്ടിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഇവിടെ 100ന്റെയും 36ന്റെയും റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. Q ഈക്വൽ ടു 5 ഇൻറ്റു റൂട്ട് ഓഫ് 100 ഇൻറ്റു റൂട്ട് ഓഫ് 36. ഓക്കെ ആണല്ലോ? നിങ്ങൾ പറഞ്ഞേ, റൂട്ട് 100 എത്രയാണ്? 100ന്റെ റൂട്ട് എത്രയാ? 10 ആണ്. ആണല്ലോ? ദെൻ റൂട്ട് ഓഫ് 36 36ന്റെ റൂട്ട് എത്രയാ? 6 ആണ്. ഓക്കെ ആണല്ലോ? 6 ആണ്. ഇനി അത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ഈക്വൽ ടു 5 ഇൻറ്റു റൂട്ട് 100 10 ആണ്, ഇൻറ്റു റൂട്ട് 36 6 ആണ്. സോൾവ് ചെയ്ത് നോക്കിക്കേ, എത്ര കിട്ടും? 5 ഇൻറ്റു 10 ഇൻറ്റു 6 ദാറ്റ് ഈസ് 300 യൂണിറ്റ്സ്. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഒരു കാര്യം മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. ഇവിടെ റേസ് ടു 1/2 ആണ്. ആ റേസ് ടു 1/2 വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് സോൾവ് ചെയ്യുക? ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ്. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 1/2 ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ? ഈ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനി സബ് ക്വസ്റ്റ്യൻ ബി നോക്കിക്കോളൂ. 144 യൂണിറ്റ്സ് ലേബറും 81 യൂണിറ്റ്സ് ക്യാപിറ്റലും, 144 യൂണിറ്റ് തൊഴിലാളികളും 81 യൂണിറ്റ് മൂലധനവും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാവുന്ന മാക്സിമം പോസിബിൾ ഔട്ട്പുട്ട് Q എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ നോക്കിക്കേ, L എത്രയാ? 144 ആണ്. K എത്രയാ? 81 ആണ്. ഇനി ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. Q ഈക്വൽ ടു 5 ഇൻറ്റു 144 റേസ് ടു 1/2 ഇൻറ്റു 81 റേസ് ടു 1/2. റേസ് ടു 1/2 വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എക്സ് റേസ് ടു 1/2 ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെ എഴുതാൻ പറഞ്ഞേ? Q ഈക്വൽ ടു 5 ഇൻറ്റു ഇതിന്റെ 1/2 ഒഴിവാക്കണം. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് റൂട്ട് 144 ഇൻറ്റു റൂട്ട് 81. നിങ്ങൾ പറഞ്ഞേ,
റൂട്ട് 144 എത്രയാ? 12 ആണ് അല്ലേ? 12 × 12 ആണ് 144. നെക്സ്റ്റ് റൂട്ട് 81 എത്രയാണ്? 9 അല്ലേ? 9 × 9 ആണ് 81. ഇനി ഇത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. Q = 5 × 12 × 9 എത്ര കിട്ടുക? 540 യൂണിറ്റ്സ്. 540 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും ഈ പാറ്റേണിലുള്ള ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള നോട്ട് പോയിന്റ്. ഓക്കെ, വേറൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉൽപാദന ധർമ്മമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചേ. Q = 5 × L² + 3K². ചെറിയൊരു വ്യത്യാസം വന്നു അല്ലേ? ഇവിടെ പ്ലസ് ആയി, അതുപോലെ കെയുടെ കൂടെ ക്യാപിറ്റലിന്റെ കൂടെ 3 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് കൂടെ വന്നു. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഒരിക്കൽ എക്സാമിന് ഇങ്ങനെ ചോദിച്ചിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങൾ നോക്കിക്കേ. ഇവിടെ L ലേബർ 0 യൂണിറ്റ്സ് ആണ്, 0 യൂണിറ്റ് ആണ്. കെ എത്രയാ? 10 യൂണിറ്റ് ആണ്. ഇത് ഈ ഇക്വേഷനിലേക്ക്, ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് Q കണ്ടുപിടിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നേരിട്ട് ഇക്വേഷനിലേക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് Q = 5 × L എത്രയാ? 0. 0² പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇവിടെ പ്ലസ് ആണ്. ദെൻ 3 പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇൻറ്റു കെ എത്രയാ? 10. 10². എങ്ങനെ ചെയ്തു നോക്കാം? Q = 0² എന്ന് വെച്ചാൽ 0 ഗുണിക്കണം 0, 0 തന്നെയാണ് അല്ലേ? ദാറ്റ് ഈസ് 5 × 0 പ്ലസ്, ഇനി ഇത് എന്ത് ചെയ്യണം? ആദ്യം 10ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 10² എത്രയാ? 100. ദാറ്റ് ഈസ് 3 × 100. ഓക്കെ ആണല്ലോ? ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ഇവിടെ 0യുടെ സ്ക്വയർ 0 ആണ്, ഇവിടെ 10ന്റെ സ്ക്വയർ 100 ആണ്. ഇനി നോക്കിക്കേ, Q = 5 × 0. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ്. പ്ലസ് ഇവിടെയുള്ള ചിഹ്നം 3 × 100 എത്രയാ? 300. 0 + 300 എത്രയാണ്? 300 തന്നെയാണ്. ഓക്കെ, 300 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ 2 രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഈ ഒരു പാർട്ടിൽ 1 മാർക്കിന് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ആൽഫ പ്ലസ് ബീറ്റ, അതായത് ആൽഫയും ബീറ്റയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കൂടുതലാണെങ്കിൽ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, 1നേക്കാൾ കൂടുതലാണെങ്കിൽ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, IRS. അപ്പോൾ ആൽഫയും ബീറ്റയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്ത് തരം ഉൽപാദന ധർമ്മമായിരിക്കും? തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യായമായിരിക്കും. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1, ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. പോയിന്റ് ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1, ആൽഫയും ബീറ്റയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 1 ആണെങ്കിൽ, 1 എന്ന് പറഞ്ഞ സംഖ്യയാണെങ്കിൽ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഉൽപാദന ധർമ്മം എന്തായിരിക്കും? തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യായമായിരിക്കും. നിങ്ങൾ പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക, കാരണം 1 മാർക്കിനെ ഇത് ചോദിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1, ആൽഫയും ബീറ്റയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ താഴെയാണെങ്കിൽ then the production function is set to be decreasing returns to scale. ഉൽപാദന ധർമ്മം എന്തായിരിക്കും? തോതനുസരിച്ചുള്ള അപജയ പ്രത്യായമായിരിക്കും. 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിനാണ് ചോദിക്കുക. ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിച്ചോളൂ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q = 2 × 10⁻³ × 5⁻⁴. എന്നിട്ട് ഇത് ഏത് തരം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്നാണ് ചോദിച്ചത്.
ഏത് തരം ഉൽപാദന ധർമ്മമാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? ആൽഫയും ബീറ്റയും തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഉത്തരം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അതുപോലെ ഈക്വൽ ടു 1 ആണെങ്കിൽ, അതുപോലെ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് നോക്കിയിട്ട് വേണം അത് ഏത് തരം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണോ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ കണ്ടോ, 3 പോയിന്റുകൾ, അതിലേതാണെന്ന് തിരിച്ചറിയാൻ. നോക്കിക്കേ, ആൽഫ എത്രയാണ്? 3/4 ആണ്. പ്ലസ് ബീറ്റ എത്രയാണ്? 1/4 ആണ്. ആണല്ലോ, നമ്മുടെ ഇക്വേഷൻ എന്താ? ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കണം. ആൽഫ 3/4 ആണ്, ബീറ്റ 1/4 ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഡിനോമിനേറ്റർ 1 ആണല്ലേ, ഒരേ സംഖ്യയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററുകൾ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലെ, അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഇവിടെ ഛേദം ഒരേ സംഖ്യയാണ്, അപ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഛേദത്തിനെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ അങ്ങനെ അവിടെ നിർത്തി അല്ലെ, രണ്ടും തുല്യമാണ്. നോക്കിക്കേ, 3 + 1, 3 + 1 എത്ര കിട്ടും? ദാറ്റ് ഈസ് 4/4 ഈക്വൽ ടു 1. 4/4 എത്രയാണ് ഉത്തരം? 1. ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1. ആൽഫയും ബീറ്റയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം 1 ആണെങ്കിൽ, ഈക്വൽ ടു 1 ആണെങ്കിൽ, then the production function is said to be constant returns to scale. ഉൽപാദന ധർമ്മം തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യായമായിരിക്കും. ദാറ്റ് ഈസ് CRS ആണ്. ഓക്കെ, ഇതേപോലുള്ളൊരു ചോദ്യം എക്സാമിന് വരും. കണ്ടാൽ നിങ്ങൾക്ക് എന്തോ വലിയ സംഭവമായിട്ട് തോന്നും, എന്നാൽ ഉത്തരവോ വളരെ സിമ്പിൾ ആണ്. നേരത്തെ പഠിച്ച കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ, ഉൽപാദനം എന്ന പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എന്തൊക്കെ ഈ പാർട്ടിൽ പഠിച്ചു? എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് ഉൽപാദനം, എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഉൽപാദന ധർമ്മം, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വിവിധ തരം ഉൽപാദന ധർമ്മങ്ങൾ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹ്രസ്വകാല ഉൽപാദന ധർമ്മം, ദീർഘകാല ഉൽപാദന ധർമ്മം, ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, വിഭേദകാനുപാത നിയമം, ദെൻ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള പ്രത്യായം, നെക്സ്റ്റ് ഐസോകോണ്ട്, തുല്യ ഉൽപാദന വക്രം, ഫൈനലി കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോപ്പ് ഡഗ്ലാസ് ഉൽപാദന ധർമ്മം. ഇത്രയാണ് പ്രൊഡക്ഷൻ എന്ന പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള കോസ്റ്റ്, ചെലവുകളെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.